ഇതിപ്പോൾ നമ്മൾ എത്ര നാളായി ഒഴിച്ചിട്ട് ചേട്ടാ? ചെല്ലീര മരുന്ന് ഇപ്പോൾ 2 മാസം 2 മാസം കഴിഞ്ഞു അല്ലേ? 2 പ്രാവശ്യം ഒഴിച്ചിട്ടില്ലേ? 2 പ്രാവശ്യം ഒഴിച്ചു. 2 അല്ല 3 മാസം കഴിഞ്ഞല്ലേ? 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. അപ്പം നമ്മളിത് ചെല്ലി കുത്തി ആകെ പോയിരുന്നതാണ്. ഞാനിത് എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെല്ലീര മരുന്ന് കടും വിഷമാണോ എന്ന് പലരും സംശയിക്കാറുണ്ട്. എന്നിരുന്നാൽ ഈ ചെല്ലീര മരുന്ന് സ്പെസിഫിക് ആയിട്ട് കടിച്ച് നീരൂറ്റി കുടിക്കണ ജീവികളെ മാത്രമേ എഫക്റ്റ് ചെയ്യാറുള്ളൂ എന്ന് പറയുന്നതിൻ്റെ റീസൺ, ഇവിടെ ഇതിനകത്ത് ഈ ചെല്ലി കുത്തിയിട്ട് അതിനകത്ത് തേനീച്ച വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. ആ കൂട് കൂട്ടിയിരിക്കണ തേനീച്ചകൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണ് അല്ലേ? ശരിയല്ലേ? ആ തേനീച്ചയ്ക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ഒരു കാരണവശാലും ബാക്കിയുള്ളതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ പെസ്റ്റോഹിറ്റ്, PPNP, സ്പ്രെഡോൾ, ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഈ 3 വളങ്ങളാണ് ഇതിന് കൊടുത്തത് അല്ലേ? നമ്മൾ ഒരു 2 പ്രാവശ്യം കൊടുത്തു അല്ലേ? ഒരു പ്രാവശ്യം കൊടുത്തു. ഏകദേശം 2 മാസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം 4-5 മാസമായി. മൊത്തം 4 മാസമായിരുന്നു ചെയ്ത ഇതാണ്. ഒരു പ്രാവശ്യം കൊടുത്തു. അത് കഴിഞ്ഞൊരു സൂപ്പർ ഡോസ് പോലെ വേറൊരു പ്രാവശ്യം കൂടെ കൊടുത്തു. അപ്പം ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ച് നീരൂറ്റി കുടിക്കുന്ന ചൂയിങ് ഇൻസെക്ട്സിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പെസ്റ്റോഹിറ്റ്. PPNP ചേർത്തിട്ട് പോലും തേനീച്ചനെ ഒരു കാരണവശാലും തേനീച്ച ബീ ഫ്രണ്ട്ലി ഫാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് തേനീച്ചയുടെ എഫക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആണ് പോളിനേഷൻ കൂടാനുള്ള കാരണം. ഫ്ലവർ ടു ഫ്രൂട്ട് കൺവേർഷൻ കൂടാനുള്ള കാരണം ഈ എൻവയോൺമെൻറ്റ് മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്നൊരു വ്യത്യാസമാണ്. നമുക്കിപ്പം വിഷത്തിൻ്റെ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ഓർഗാനിക്കിൻ്റെ ഒരു എൻവയോൺമെൻറ്റിലേക്ക് വരാൻ നേരത്തെ നാച്ചുറലായിട്ടുള്ള കുറേ സ്റ്റിമുലൻസ് വരുന്നതിൻ്റെ റീസൺ ഇങ്ങനെയൊക്കെയാണ്.